ഇത് കാക്കനാട് സെസ്സാണ്. ഇവിടെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കമ്പനികളുള്ള ഇവിടെയാണ്. ഈ കമ്പനികൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. ഈ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിമാരൊന്നും കുഴപ്പമില്ല, എല്ലാവരും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കമ്പനിക്കുള്ളിലുള്ള ആൾക്കാർ ഭയങ്കര തട്ടിപ്പാണ്. ഞാനിവിടെ ഒരു 7ഓളം കമ്പനികൾ ജോലി ചെയ്തിട്ടുണ്ട്. കമ്പനികളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയോ പറഞ്ഞുതരാം. ഫസ്റ്റ് അതായത് AVT എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത്. AVT എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വയ്ക്കുന്ന തേയിലയുടെ കമ്പനിയാണ്. പക്ഷേ തേയിലയായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. ഒരു ചെടികളുടെ കമ്പനിയാണിത്. AVTയിൽ ഞാൻ കയറിയത് കോൺട്രാക്ട് ബേസിലാണ്. കോൺട്രാക്ടർ ഒരു പ്രദീപാണ്. പ്രദീപ് കൂടാതെ അമ്പിളി എന്നൊരു പുള്ളിക്കാരത്തിയും കൂടിയുണ്ട്. അപ്പം പ്രദീപാണ് മെയിൻ കോൺട്രാക്ടർ. ഇദ്ദേഹത്തിന് വേറെയും കമ്പനികളിലും കോൺട്രാക്ട് വർക്ക് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമുക്കെന്നിപ്പം അവിടെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫിന് കമ്പനിയിൽ നിന്ന് ഇത്ര രൂപ മേടിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ 400 രൂപ നമുക്ക് തരും. ബാക്കി ഈ പ്രദീപും അമ്പിളിയും വീതിച്ചെടുക്കും. ഈ AVT എന്ന കമ്പനിയിൽ 3 സെക്ഷനിലാണുള്ളത്. ഒന്ന് ലാബ്, പിന്നെ ഒന്ന് താഴെത്തട്ടെന്ന് പറയും, പിന്നെ ഒന്ന് വാഷിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ ഈ താഴെത്തട്ടിൽ പറഞ്ഞാൽ ലോഡിങ് അൺലോഡിങ് മരിച്ച് കിടന്ന് പണിയുണ്ട് വരും. എന്നാൽ കാശുമില്ല, തട്ടിപ്പാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കിടന്ന് പണിയേണ്ടി വരും. എന്നാൽ തരുന്നതോ, എനിക്കൊക്കെ അവിടെ ഒരു 10-400 രൂപ കിട്ടിയിരുന്നുള്ളൂ. 500 രൂപ തികച്ചു പോലും കിട്ടിയല്ല നിങ്ങൾക്ക്. പിന്നെ ഫുഡും ഇല്ല, അക്കോമഡേഷനും ഇല്ല. പിന്നെ എന്ത് കമ്പനിയാണത്? മാക്സിമം പൈസ കുറച്ച് കൊടുത്ത ആൾക്കാരെ കൊണ്ട് പണിയിപ്പിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. ഈ പ്രദീപൊക്കെ എത്രത്തോളം കാശ് കോൺട്രാക്ട് ബേസിൽ പിടിക്കുന്നുണ്ടെന്നറിയോ? ഇതൊക്കെ ആരോട് പറയാനാണ്? 3 സെക്ഷനുകളിലും 500 രൂപ താഴെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഭാവി ഉണ്ടാകില്ല. 1 രൂപ സേവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ആലോചിച്ച് നോക്ക്. നിങ്ങളാരും ദൈവത്തിന് ഈ കമ്പനികളിലൊന്നും പോകരുത്.